ഹായ് ഹലോ നമുക്കിന്ന് പാലക്കാട്ടിൽ നിന്ന് ഒന്ന് കണ്ണൂർക്ക് പോയാലോ. 4 വർഷങ്ങൾക്ക് മുന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ നെഗറ്റീവ് ഓളുകളുടെ ശല്യം കാരണം അപ്പോൾ തുടങ്ങാൻ പറ്റില്ല. ഇപ്പോൾ തുടങ്ങിയപ്പോൾ എന്തായി, സമയമില്ലാണ്ടായിപ്പോയി. ജീവിതം ഓട്ടപ്പാച്ചലാണ്. ഓൾറെഡി നമ്മുടെ ചേച്ചി നേരത്തെ റിസർവേഷനൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സീറ്റൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല, കറക്റ്റ് സീറ്റൊക്കെ കിട്ടും. പിന്നെ നമ്മുടെ വീട്ടുകാരോട് പോകുന്നതുകൊണ്ട് 10 മണിക്ക് പോകണം പറഞ്ഞാൽ 8 മണിക്ക് പോകുന്ന വീട്ടുകാരാണ്. അതുകൊണ്ട് നേരത്തെ എത്തി. ഇവിടുത്തെ വലിയ AC റൂമൊക്കെ ഉണ്ടെന്ന് ഞാൻ ഇന്നാണ് കണ്ടത്. ട്രെയിൻ യാത്ര എനിക്ക് പുത്തിരിയൊന്നും ആയിരുന്നില്ല. പക്ഷേ ട്രെയിനിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ സീറ്റുകൾ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ നോർമൽ ജനറലൊക്കെ പോയി ശീലിച്ചതുകൊണ്ട് സ്ലീപ്പർ ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ വിൻഡോ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. മുഴുവൻ ഓൾഡ് മാംഗോ പിക്കിൾസ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എല്ലാവർക്കും വിൻഡോ സീറ്റ് വേണം. പിന്നെ ഞാൻ ആലോചിച്ചു അവർ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ ട്രെയിനിൽ പോകുന്നുണ്ടല്ലോ, അവർ നോട്ടേന്ന്. പിന്നെ നമ്മുടെ വീട്ടുകാരോട് പോകുന്നതുകൊണ്ട് നമ്മൾ ഡെഫിനറ്റ്ലി ഫുഡ് കൂടെ കൊണ്ടുപോയിട്ടുണ്ടാകും. ആദ്യമായിട്ടാണ് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അത് എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. നമ്മുടെ ഫാമിലിയുടെ കൂടെ അങ്ങനെ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് ആദ്യമായിട്ട് തോന്നിയൊരു കാര്യം പറയാനുള്ളത്, ഇത്രയും നല്ല ട്രെയിൻ വേറെ ഇല്ലെന്നാണ്. കാരണം ഭയങ്കര വൃത്തിയുള്ള ടോയ്ലറ്റ് ആയിരുന്നു. ഇത്രയും വൃത്തിയുള്ള ടോയ്ലറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ഈ ഫ്രഷ് വെച്ചിരിക്കുന്നത് വെള്ളം ഒഴിക്കാനാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അമർത്തി വെള്ളം ഒഴിക്കുക, അടിപൊളിയാണ്. ഇല്ലെങ്കിൽ മോശമാണ്. നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വെള്ളം ഒഴിക്കേണ്ടതാണ്. വൃത്തിയില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ ഒഴിക്കാതെ പോകുന്നത് തെറ്റാണ്. എത്ര പെട്ടെന്നോ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എത്തി. അവിടെ എത്തിയത് നമ്മുടെ ചേച്ചി നമുക്ക് വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 10-30 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വണ്ടി കയറി അങ്ങനെ ചേച്ചിയുടെ വീടെത്തി. ആദ്യം വീടൊക്കെ കണ്ടു. അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് പിന്നെ ഫുഡ് കഴിക്കാനല്ലോ നമ്മുടെ മെയിൻ. പക്ഷേ ആദ്യം നമ്മൾ ഫോൺ ചാർജിങ്ങാണ് നോക്കിയത്, കാരണം ഫോണിൻ്റെ ചാർജ് മൊത്തം കഴിഞ്ഞിരുന്നു. പക്ഷേ കണ്ണൂരിൻ്റെ പ്രത്യേകതയാണെന്ന് അറിയില്ല, അവിടെ മുത്തപ്പനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ ചെയ്യാൻ നിന്നില്ല. പക്ഷേ കണ്ടു നിൽക്കാൻ നല്ല രസമായിരുന്നു. ഇറങ്ങുമ്പോഴും അതേപോലെ മഴയുണ്ടായിരുന്നു. മഴ പെയ്യുന്നത് നല്ലൊരു കാര്യം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെയാണോന്നൊന്നും അറിയില്ല. ഞങ്ങൾ തിരിച്ച് വന്നത് നമ്മൾ ചെന്നൈ എക്സ്പ്രസ്സിലായിരുന്നു. അത് ഭയങ്കര ടാസ്ക് ആയിരുന്നു, ഭയങ്കര തിരക്കും. പക്ഷേ നമുക്ക് നല്ല റിസർവേഷനൊക്കെ ഉള്ളതുകൊണ്ട് വീണ്ടും നമുക്ക് സീറ്റൊക്കെ കിട്ടിയായിരുന്നു. പക്ഷേ പല സ്ഥലത്തായിരുന്നു സീറ്റ്. അപ്പോൾ ഞങ്ങൾ 4 പേരും മറ്റൊരു സീറ്റിലാണ് ഇരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ലുഡോ കളിച്ചാലോ എന്ന്. പോകുമ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ലുഡോ കളിക്കണമെന്ന്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും എൻ്റെ ഏട്ടനും എൻ്റെ ഏട്ടത്തെയും കൂടി ലുഡോ കളിച്ച്. ആദ്യത്തേലും ഞാൻ തോറ്റെങ്കിലും രണ്ടാമത്തേലും ഞാൻ ഫസ്റ്റ് അടിച്ച്. അതിൻ്റെ സന്തോഷം എനിക്കുണ്ടായിരുന്നു. തിരിച്ച് വീണ്ടും ഞങ്ങൾ ഒറ്റപ്പാലത്ത് തന്നെ എത്തി. അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇന്ന് ഞായറാഴ്ചയാണ്. ലാസ്റ്റ് ബസ് ഒറ്റപ്പാലത്ത് 8:30 ശേഷം ഉണ്ടോ എന്നറിയില്ല. പിന്നെ ഫുൾ ഓട്ടോ ആയിരുന്നു. പിന്നെ ഓടി പിടിച്ച് വന്ന് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തി. ഞങ്ങളുടെ വീടിൻ്റെ അവിടേക്ക് 6 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. കറക്റ്റ് 9:30 ആകുമ്പോൾ ഞങ്ങൾ വീടെത്തി. ഇപ്പോൾ എനിക്ക് മനസ്സിലായി വ്ളോഗിലൂടെ അതിപ്പോൾ ഒരു ഓർമ്മയായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം ക്യാപ്ചർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഓർമ്മയായിട്ട് നിലനിർത്താൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.